സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി ഇപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണ നാവിക ആസ്ഥാനത്ത് നിന്നും ഹെലിപ്പാഡ് വഴിയിൽ നിന്നും ഇപ്പോൾ അദ്ദേഹം അവിടുന്ന് ഹെലികോപ്റ്ററിൽ ഉയർന്ന് അവിടെ അദ്ദേഹം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്തേക്ക് പറന്നിറങ്ങും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ വധുവരന്മാരുടെ സംഘമൊക്കെ തയ്യാറായിട്ടുണ്ട്. അവരൊക്കെ ഹോട്ടലിൽ നിന്നും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. നമുക്ക് ഗോകുൽ VS ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഈ സമയക്രമത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? അദ്ദേഹം എപ്പോഴേക്ക് അവിടെ മോദി എത്തും? ആരൊക്കെ അവിടെ അദ്ദേഹത്തെ വരവേൽക്കാനായിട്ടുണ്ട്? എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? ഇതുവരെയുള്ള അറിയിപ്പ് അനുസരിച്ച് ഏകദേശം 7 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ 7:10 അടുപ്പിച്ച് തന്നെ നരേന്ദ്രമോദി ഈ ശ്രീകൃഷ്ണ കോളേജിൻ്റെ മൈതാനത്തേക്ക് എത്തും. ഇവിടെ ഹെലികോപ്റ്റർ മാർഗം ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കനത്ത സുരക്ഷയിലാണ് ഈ കോളേജ് മൈതാനമാകെ തന്നെ. പോലീസ് നേരത്തെ തന്നെ 6 മണിയോടടുപ്പിച്ച് തന്നെ പ്രവേശനം, അതായത് ഈ ഹെലിപ്പാഡിനുള്ളിലേക്ക് BJP പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അത് അടച്ചു. 6 മണി മാത്രം വരെയായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കനത്ത സുരക്ഷയിലാണ് ഈ പ്രദേശം ആകെ തന്നെ. ഏകദേശം 13 ദിവസം മുൻപാണ് തൃശ്ശൂരിൽ മോദി എത്തിയത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഗുരുവായൂരിലേക്ക് വീണ്ടും എത്തുകയാണ്. അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരുണ്ട് ജില്ലയിലെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ മോദിയെ വരവേൽക്കാനായി നിൽക്കുന്നുണ്ട്. ജില്ലാ കളക്ടറും തൃശ്ശൂർ SP അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ രീതിയിൽ കനത്ത സുരക്ഷയിൽ അതോടൊപ്പം തന്നെ BJP പ്രവർത്തകർക്ക് കൂടി ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹെലിപ്പാഡിലേക്ക്, അതായത് ഹെലിപ്പാഡിന് സമീപത്ത് ഒരുക്കിയ പ്രത്യേക സ്ഥലത്തേക്ക് അനുവാദമുണ്ട്. അവിടെ വെച്ച് മോദി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യും. വാഹനത്തിലിരുന്ന് തന്നെ അഭിവാദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അരമണിക്കൂറിനുള്ളിൽ എറണാകുളത്ത് നിന്ന് മോദി ശ്രീകൃഷ്ണ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ പറന്നിറങ്ങും. ശരി, എന്തായാലും 7:10 എന്നുള്ളൊരു സമയം നമുക്ക് നിലവിൽ ഇപ്പോൾ ഗൂഗിൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മനസ്സിലാകുന്നു. അതിനുള്ളിൽ തന്നെ നരേന്ദ്രമോദി ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്തേക്ക് അദ്ദേഹം എത്തുമെന്നുള്ളതാണ്. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനത്തിൽ, പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ് നരേന്ദ്രമോദിക്കായി ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സമയം 6:50 ആവുകയാണ്. അല്പസമയത്തിനകം തന്നെ മോദി ഗുരുവായൂരിലേക്ക് എത്തും. ഇപ്പോൾ അവിടെ നിന്നുള്ള എല്ലാ ഒരുക്കങ്ങളും, വിവാഹത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമാണ്. ഒപ്പം തന്നെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ, പ്രധാനമന്ത്രി എത്തുമ്പോൾ ആ തരത്തിലുള്ള പഴുതടച്ച സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്.